ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രിട്ടനിലെ ആദ്യകാലത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ജനാധിപത്യം ഭരണ സംവിധാനമൊക്കെ എങ്ങനെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. 8-ാം നൂറ്റാണ്ടിലെ ഇതിനെ അവിടെ ആംഗ്ലോ സാക്സൺ കൗൺസിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ബ്രിട്ടീഷിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിറ്റൻസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു കൗൺസിലിൻ്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതും ഈ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വിറ്റൻസിൻ്റെ ഈ രാജാവിൻ്റെ ഈ കൗൺസിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 7-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ഒരു കൗൺസിലിൽ അവിടുത്തെ പുരോഹിതന്മാർ, ഭൂവുടമസ്ഥാവകാശമുള്ള ആളുകൾ, അതേപോലെ തന്നെ രാജാവ് നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഉപദേശകർ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിറ്റൻസിൻ്റെ ഈ ഒരു ഭരണ സംവിധാനം ശരിക്കും ഒരു ജനാധിപത്യം എന്ന രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനുശേഷം വിറ്റൻസിൻ്റെ ഈ ഒരു കൗൺസിലിലേക്ക് ഒരുപാട് ഉപദേശകരെ കൂടെ ഉൾപ്പെടുത്തിയൊരു സമയമായപ്പോഴേക്ക് വിറ്റൻസിനെ സ്റ്റേറ്റ് കൗൺസിൽ അഥവാ അവിടുത്തെ ഒരു ഗ്രേറ്റ് കൗൺസിലായിട്ട് മാറി. അതിനെയാണ് മുട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഗ്രേറ്റ് കൗൺസിലായി മാറിയ സമയത്ത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും പ്രഭുക്കന്മാരെയും സെർഫുകളെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യോഗങ്ങളായിരുന്നു ഈ ഒരു മുട്ടീസിലൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത ആയിട്ട് പറയാൻ പറ്റുന്നത് അവിടെ 2 സഭകളായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഗവൺമെൻറ് സിസ്റ്റം ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹൗസ് ഓഫ് ലോർഡ്സ് അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ് എന്നിങ്ങനെ 2 സഭകൾ ബ്രിട്ടനിൽ ആ ഒരു സമയത്ത് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സംവിധാനം തന്നെയാണ് ഇന്ന് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ദ്വിസഭ എന്നറിയപ്പെടുന്ന ആ ഒരു നിയമസഭയുടെ ഉത്ഭവമായിട്ടും കണക്കാക്കുന്നത്. ഈ കൗൺസിലിൽ അവർ ഡെയിലി ഒന്നും ഇത്തരത്തിലുള്ള അസംബ്ലികളോ അല്ലെങ്കിൽ സമ്മേളനങ്ങളൊന്നും കൂടാറുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ അവ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനമായിട്ട് തന്നെ തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആധുനികപരമായിട്ടുള്ള ബ്രിട്ടീഷ് ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം സ്ഥാപിക്കുന്നതിലും ഈ ഒരു വിറ്റൻസിൻ്റെ കൗൺസിലിന് ഒരുപാടൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മാഗ്ന കാർട്ട ആൻഡ് ദ ഫോളോയിങ് എക്സ്പീരിയൻസസ്. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്നത് അല്ലേ. മാഗ്ന കാർട്ട എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1215. ആധുനിക മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഈ ഒരു മാഗ്ന കാർട്ടയെ അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനശിലയായിട്ടൊക്കെയാണ് മാഗ്ന കാർട്ടയെ വിളിക്കുന്നത് കേട്ടോ. 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ തേംസ് നദിയുടെ തീരത്തുള്ള റെനിമേഡ് എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് കിങ് ജോൺ രാജാവും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഒരു പുരാതനമായിട്ടുള്ള ഉടമ്പടി നടക്കുന്നത്. അമേരിക്കയിലെ ഹാർവാർഡ് ലോ സ്കൂളിലെ ലൈബ്രറിയിൽ മാഗ്ന കാർട്ടയുടെ ഒരു കോപ്പിയാണ് ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ട് പോന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു കോപ്പി ആയതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യമേ ആ ഒരു കോപ്പിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ചുരുക്കം. ഈ മാഗ്ന കാർട്ടയിലെ രാജാവും അദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ നിയമത്തിന് അതിരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആദ്യത്തെ രേഖയാണ് ഈ ഒരു മാഗ്ന കാർട്ട. ഇത് രാജാവിൻ്റെ അധികാരത്തെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് അംഗീകരിച്ചുകൊണ്ട് രാജാവ് ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമ്പന്നരായിട്ടുള്ള ഭൂവുടമകൾക്ക് ഗ്രേറ്റ് കൗൺസിലിൽ രാജാവിൻ്റെ കൺസൾട്ടന്റുമായിട്ട് സേവനമനുഷ്ഠിക്കാനുള്ള അവകാശം അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഭാരന്മാരെ തിരഞ്ഞെടുക്കാതെ തന്നെ രാജാവ് നിയമിച്ചിട്ടുള്ള ഈ ഗ്രേറ്റ് കൗൺസിൽ 1236 മുതൽ പാർലമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
അങ്ങനെ ഇരിക്കെ 1254 മുതൽ ഓരോ ജില്ലയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റർമാരെ രാജാവുമായിട്ട് നികുതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാറുണ്ടായിരുന്നു. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും രാജാവ് ആ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്ന ആ ഒരു പിക്ചറൈസേഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ആ ഒരു ഡേറ്റും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. രാജാവിൻ്റെ പദവി പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമവാഴ്ചയ്ക്ക് കീഴിലുള്ള രാജാവിൻ്റെ പദവി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു മാഗ്ന കാർട്ട അദ്ദേഹം ഒപ്പുവെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നതിലൂടെ അവിടെയുള്ള പൗരന്മാർക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള മൂന്നാം ഭാഗം, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഓരോ ജില്ലയിൽ നിന്നും ഓരോ ആളുകളെ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കും എന്നൊക്കെ രീതിയിൽ പറഞ്ഞല്ലോ. സോ ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും അവിടുത്തെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ പ്രതിനിധികളെ അവിടുത്തെ നൈറ്റ്സ് ഓഫ് ദി ഷെയർ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് കേട്ടോ. 1295 പാർലമെൻറ്റിൻ്റെ ഘടന പ്രഭുക്കന്മാരെയും ബിഷപ്പുമാരെയും മാത്രമായിരുന്നില്ല, ഇംഗ്ലണ്ടിലുള്ള ഓരോ കൗണ്ടിൽ നിന്നും പട്ടണത്തിൽ നിന്നൊക്കെ 2 പ്രതിനിധികളെ വീതമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് പാർലമെൻറ്റ് 2 സഭകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബിഷപ്പുമാരും പ്രഭുക്കന്മാരും ചേർന്നിട്ട് ഒരു ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന രീതിയിലും അതേപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ് എന്ന രീതിയിലുള്ള അങ്ങനെ 2 സഭകൾ പിന്നീടാണ്, അതായത് 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് അങ്ങനെ 2 സഭകളായിട്ട് തിരിയുന്നത്. ഈ ഒരു 2 സഭകളിലും അതിൻ്റേതായ രീതിയിലുള്ള പ്രാതിനിധ്യം ആ സഭകളിൽ അർഹിക്കുന്നുണ്ട് കേട്ടോ. മറ്റ് സഭകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിൻ്റെ അധികാരം കുറച്ചും കൂടെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുക. എന്നാൽ 1376 സ്ഥാപിതമായിട്ടുള്ള നിയമം പാലിച്ച് രാജാവിൻ്റെ ഒരുപാട് ഉപദേഷ്ടാക്കളൊക്കെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു അധികാരവും ഹൗസ് ഓഫ് കോമൺസ് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള ഈ ഒരു വർഷങ്ങൾ ആയിട്ട് നിലനിൽക്കുന്ന ആ ഒരു പോരാട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ 1399 നിയമസഭ വോട്ട് ചെയ്ത് റിച്ചാർഡ് 2 രാജാവിനെ പുറത്താക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഹെൻറി 4 അവിടുത്തെ അധികാരം ഏൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹെൻറി 4 കാലത്താണ് പാർലമെൻറ്റിൻ്റെ പങ്ക് നികുതി കാര്യങ്ങൾക്കപ്പുറം കുറച്ചും കൂടെ വികസനം വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിലൂടെ അവർ ആ ഒരു പാർലമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പരാതികൾ പരിഹരിക്കുക എന്നത് അവരുടെ ഒരു ധർമ്മമായിട്ട് അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ നിവേദനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമായിട്ടും ഈ ഒരു പാർലമെൻറ്റ് മാറി. അങ്ങനെ ഈ ഒരു സമയമായപ്പോഴേക്കും ജനങ്ങൾക്ക് അവിടുത്തെ വോട്ടവകാശമൊക്കെ ലഭിക്കാൻ തുടങ്ങി. ഹൗസ് ഓഫ് കോമൺസിലേക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ അവിടെയുള്ള എല്ലാ സാധാരണക്കാർക്കും ലഭിക്കാൻ തുടങ്ങി. 1414 ഹെൻറി 5 അധികാരമേറ്റു. അങ്ങനെ അധികാരമേറ്റ ശേഷം അദ്ദേഹം അവിടുത്തെ ആദ്യത്തെ രാജാവായി കൂടിയാലോചിച്ച് അംഗീകാരം നേടേണ്ടതിൻ്റെ ആവശ്യകത പാർലമെൻറ്റിൻ്റെ ഭവനങ്ങൾക്ക് ഒരു പുതിയ നിയമം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവിടുത്തെ രാജവാഴ്ച അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അബോളിഷൻ ഓഫ് മൊണാർക്കി, അതായത് അവിടുത്തെ രാജവാഴ്ച അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് കേട്ടോ. 1649 ഹൗസ് ഓഫ് കോമൺസ് രാജവാഴ്ച നിർത്തലാക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടനെ കോമൺവെൽത്തായിട്ട് പ്രഖ്യാപിച്ചു. 1658 ക്രോംവെല്ലിൻ്റെ മരണത്തെ തുടർന്ന് ചാൾസ് 1 മകനായിട്ടുള്ള ചാൾസ് 2 രാജാവായിട്ട് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ വീണ്ടും അവിടുത്തെ രാജവാഴ്ച
തുടർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ഇലക്ഷൻസും കാര്യങ്ങളും അതും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന എം പിമാർ ഏകദേശം ഒരു 15 കാലം അവിടെ ഭരണം അനുഷ്ഠിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കാൻ പറ്റുന്നത് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന സ്റ്റുവാർട്ട്സ് കിങ്ങിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് ചാൾസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജെയിംസ് രണ്ടാമനും പാർലമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, അവിടെ ഒരു വിവാദപരമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് ആക്ട് അവർ പാർലമെൻറ്റിൽ നിയമപരമായിട്ട് പാസ്സാക്കി എന്നുള്ളതാണ്. ഇത് കത്തോലിക്കക്കാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഓഫീസുകളിലുള്ള ചുമതല വഹിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നീടുള്ള നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ശക്തിപ്പെടലും പരിണാമത്തിനൊക്കെ ഒരു വലിയൊരു അടിത്തറയായിട്ട് അല്ലെങ്കിൽ വലിയൊരു അവസരമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതൊരു നിയമനിർമ്മാണവും നിയമിക്കുന്നത് ഹൗസ് ഓഫ് കോമൺസിൻ്റെ അധികാരം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് കോമൺസ് നികുതി പിരിക്കുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും അവിടെയുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നൊരു കൗൺസിലായിട്ട് മാറുകയാണ്. ബില്ലുകൾ ചർച്ച ചെയ്യാനുള്ള അധികാരം ഹൗസ് ഓഫ് ലോർഡ്സിനെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹൗസ് ഓഫ് ലോർഡ്സിന് ഇപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം നിയമമാകണോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ലാസ്റ്റത്തെ അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഹൗസ് ഓഫ് കോമൺസിനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെമോക്രസി ഫ്രോം ദ കണ്ടന്റ് ഇൻ ദ മോഡേൺ വേൾഡ്. ജനാധിപത്യം ആധുനിക ലോകത്തിലെ രൂപവും ഉള്ളടക്കം എന്നുള്ള ഒരു ഹെഡിങ്ങിന് കീഴാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധികാരം, പ്രത്യേകിച്ച് ഭരണാധികാരം ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള ആ ഒരു സിസ്റ്റമാണ് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യം ഒരു പ്രാതിനിധ്യ ഭരണകൂടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രതിനിധികൾ തീരുമാനമെടുക്കുന്നു. അതിൽ തന്നെ സാർവത്രികമായിട്ടുള്ള മുതിർന്ന ആളുകളുടെ വോട്ടവകാശത്തിൻ്റെ വ്യവസ്ഥയുണ്ടായിരിക്കും. അങ്ങനെ പ്രാതിനിധ്യ സ്ഥാപനങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ എല്ലാ ആളുകളും തുല്യരാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റും വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ തുല്യമായിട്ടുള്ള സംരക്ഷണം, മൗലികാവകാശങ്ങളുടെ വ്യാപനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ മുതലായവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആധുനിക ജനാധിപത്യത്തിൽ അനിവാര്യമായിട്ടുള്ള സവിശേഷതകളായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ഒരു ഭരണ സംവിധാനം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രസിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനും ഒക്കെ പരസ്പരം സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ തന്നെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ മറ്റൊന്നിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനാധിപത്യം നമുക്ക് കാണാൻ സാധിക്കാം. ഒരു പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തലവൻ്റെ ഒരു ഉത്തരവാദിത്തത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതത്തോടു കൂടെയാണ് നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊന്നും നിയമസഭയോട് ഉത്തരവാദിയല്ല എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഡെമോക്രസി, അതായത് ജനാധിപത്യം നിലകൊള്ളുന്നത്.